1 ദിനവൃത്താന്തം അധ്യായം 26. വാതിൽ കാവൽക്കാരുടെ കൂറുകളോ. കോരഹ്യർ ആസാഫിന്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെശേലെമ്യാവ്. മെശേലെമ്യാവിന്റെ പുത്രന്മാർ സെക്കരിയാവ് ആദ്യജാതൻ, യെദീയയേൽ രണ്ടാമൻ, സെബദ്യാവ് മൂന്നാമൻ, യത്നിയേൽ നാലാമൻ, ഏലാം അഞ്ചാമൻ, യഹോഹാനാൻ ആറാമൻ, എലിയോഹോവേനായി ഏഴാമൻ. ഓബേദേദോമിന്റെ പുത്രന്മാർ ശെമയ്യാവ് ആദ്യജാതൻ, യഹോശാബാദ് രണ്ടാമൻ, യോവാഹ് മൂന്നാമൻ, സാഖാർ നാലാമൻ, നെഥനയേൽ അഞ്ചാമൻ, അമ്മിയേൽ ആറാമൻ, ഇസാഖാർ ഏഴാമൻ, പെയൂലേദായി എട്ടാമൻ. ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. അവന്റെ മകനായ ശെമയ്യാവിനും പുത്രന്മാർ ജനിച്ചിരുന്നു. ഇവർ പരാക്രമശാലികളായിരുന്നതുകൊണ്ട് തങ്ങളുടെ പിതൃഭവനത്തിന് പ്രമാണികളായിരുന്നു. ശെമയ്യാവിന്റെ പുത്രന്മാർ ഒത്നി, റെഫായേൽ, ഓബേദ്, എൽസാബാദ്. അവന്റെ സഹോദരന്മാർ പ്രാപ്തന്മാരായിരുന്നു, എലീഹു, സെമഖ്യാവ്. ഇവർ എല്ലാവരും ഓബേദേദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദേദോമിനുള്ളവർ 62 പേർ. മെശേലെമ്യാവിന് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും 18 പേർ. മെരാരി പുത്രന്മാരിൽ ഹോസയ്ക്ക് പുത്രന്മാരുണ്ടായിരുന്നു. ഷിമ്രി തലവൻ. ഇവൻ ആദ്യജാതനല്ലെങ്കിലും അവന്റെ അപ്പൻ അവനെ തലവനാക്കി. ഹിൽക്കിയാവ് രണ്ടാമൻ, തെബല്യാവ് മൂന്നാമൻ, സെക്കരിയാവ് നാലാമൻ. ഹോസയുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി 13 പേർ. വാതിൽ കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്കെന്ന പോലെ ഉദ്യോഗങ്ങളുണ്ടായിരുന്നു. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു. കിഴക്കേ വാതിലിന്റെ ചീട്ട് ശേലെമ്യാവിന് വന്നു. പിന്നെ അവർ അവന്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സെക്കരിയാവിന് വേണ്ടി ചീട്ടിട്ടു. അവന്റെ ചീട്ട് വടക്കേ വാതിലിന് വന്നു. തെക്കേ വാതിലിൻ്റേത് ഓബേദേദോമിനും പാണ്ഡ്യശാലയുടേത് അവന്റെ പുത്രന്മാർക്കും. കയറ്റമുള്ള പെരുവഴിക്കൽ ശല്ലേഖേത്ത് പടിവാതിലിനരികെ പടിഞ്ഞാറേ വാതിലിൻ്റേത് ശുപ്പീമിനും ഹോസയ്ക്കും വന്നു. ഇങ്ങനെ കാവലിനരികെ കാവലുണ്ടായിരുന്നു. കിഴക്കേ വാതിൽക്കൽ 6 ലേവ്യരും വടക്കേ വാതിൽക്കൽ നാളൊന്നിന് 4 പേരും തെക്കേ വാതിൽക്കൽ നാളൊന്നിന് 4 പേരും പാണ്ഡ്യശാലയ്ക്കൽ ഈ 2 പേരുമുണ്ടായിരുന്നു. പർബാരിന് പടിഞ്ഞാറ് പെരുവഴിയിൽ 4 പേരും പർബാരിൽ തന്നെ 2 പേരുമുണ്ടായിരുന്നു. കോരഹ്യരിലും മെരാരിയിലും ഉള്ള വാതിൽ കാവൽക്കാരുടെ കൂറുകൾ ഇവ തന്നെ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയത്തിലെ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു. ലയദാന്റെ പുത്രന്മാർ. ലയദാന്റെ കുടുംബത്തിലുള്ള ഗെർശോന്യരുടെ പുത്രന്മാർ. ഗെർശോന്യനായ ലയദാന്റെ പിതൃഭവന തലവന്മാർ യഹിയേല്യർ ആയിരുന്നു. യഹിയേലിന്റെ പുത്രന്മാർ സേഥാം, അവന്റെ സഹോദരൻ യോവേൽ. ഇവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിന് മേൽവിചാരകരായിരുന്നു. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോന്യർ, ഉസിയേല്യർ എന്നിവരോ. മോശയുടെ മകനായ ഗെർശോമിന്റെ മകൻ ഷെബൂവേൽ ഭണ്ഡാരത്തിന് മേൽവിചാരകനായിരുന്നു. എലിയേസരിൽ നിന്നുത്ഭവിച്ച അവന്റെ സഹോദരന്മാരോ. അവന്റെ മകൻ രഹബ്യാവ്, അവന്റെ മകൻ യെശയാവ്, അവന്റെ മകൻ യോരാം, അവന്റെ മകൻ സിക്രി, അവന്റെ മകൻ ശെലോമീത്ത്. ദാവീദ് രാജാവും പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശെലോമീത്തും അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു. യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു.
ദർശകനായ ഷെമൂവേലും കീഷിന്റെ മകൻ ശൗലും നേരിന്റെ മകൻ അബ്നേരും സെരൂയയുടെ മകൻ യോവാബും നിവേദിച്ച സകല നിവേദിത വസ്തുക്കളും ശെലോമീത്തിൻ്റെയും അവൻ്റെ സഹോദരന്മാരുടെയും വിചാരണയിൽ വന്നു. ഇസ്ഹാര്യരിൽ കെനന്യാവും അവൻ്റെ പുത്രന്മാരും പുറമേയുള്ള പ്രവൃത്തിക്ക് ഇസ്രായേലിൽ പ്രമാണികളും ന്യായാധിപന്മാരുമായിരുന്നു. ഹെബ്രോന്യരിൽ ഹശബ്യാവും അവൻ്റെ സഹോദരന്മാരുമായി 1700 പ്രാപ്തന്മാർ യോർദാനിക്കരെ പടിഞ്ഞാറ് യഹോവയുടെ സകല കാര്യത്തിനും രാജാവിൻ്റെ ശുശ്രൂഷയ്ക്കും ഇസ്രായേലിൽ മേൽവിചാരകരായിരുന്നു. ഹെബ്രോന്യരിൽ കുലം കുലമായും കുടുംബം കുടുംബമായുമുള്ള ഹെബ്രോന്യർക്ക് യെരിയാവ് തലവനായിരുന്നു. ദാവീദിന്റെ വാഴ്ചയുടെ 40-ാം ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലെയാദിലെ യാസേരിൽ പ്രാപ്തന്മാരെ കണ്ടു. അവൻ്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും പിതൃഭവന തലവന്മാരുമായി 2700 പേരുണ്ടായിരുന്നു. അവരെ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സകല കാര്യത്തിനും രാജാവിൻ്റെ കാര്യാദികൾക്കും രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതിഗോത്രം എന്നിവർക്ക് മേൽവിചാരകരാക്കി വെച്ചു. 1 ദിനവൃത്താന്തം അധ്യായം 27. ഇസ്രായേൽ പുത്രന്മാർ ആളെണ്ണപ്രകാരം പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോവുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. 1-ാം മാസത്തേക്കുള്ള 1-ാം കൂറിന് മേൽവിചാരകൻ സബ്ദിയേലിൻ്റെ മകൻ യാശോബയാം. അവൻ്റെ കൂറിൽ 24,000 പേർ. അവൻ പേരെസിൻ്റെ പുത്രന്മാരിലുള്ളവനും 1-ാം മാസത്തെ സകല സേനാപതികൾക്കും തലവനുമായിരുന്നു. 2-ാം മാസത്തേക്കുള്ള കൂറിന് അഹോഹ്യനായ ദോദായി മേൽവിചാരകനും അവൻ്റെ കൂറിൽ മിക്ലോത്ത് പ്രമാണിയുമായിരുന്നു. അവൻ്റെ കൂറിലും 24,000 പേർ. 3-ാം മാസത്തേക്കുള്ള 3-ാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദയുടെ മകൻ ബെനായാവ്. അവൻ്റെ കൂറിലും 24,000 പേർ. 30 പേരിൽ വീരനും 30 പേർക്ക് തലവനുമായ ബെനായാവ് ഇവൻ തന്നെ. അവൻ്റെ കൂറിന് അവൻ്റെ മകനായ അമീസാബാദ് പ്രമാണിയായിരുന്നു. 4-ാം മാസത്തേക്കുള്ള 4-ാമത്തവൻ യോവാബിൻ്റെ സഹോദരനായ അസാഹേലും അവൻ്റെ ശേഷം അവൻ്റെ മകനായ സെബദ്യാവുമായിരുന്നു. അവൻ്റെ കൂറിലും 24,000 പേർ. 5-ാം മാസത്തേക്കുള്ള 5-ാമത്തവൻ ഇസ്രാഹ്യനായ ശംഹൂത്ത്. അവൻ്റെ കൂറിലും 24,000 പേർ. 6-ാം മാസത്തേക്കുള്ള 6-ാമത്തവൻ തെക്കോവ്യനായ ഇക്കേഷിൻ്റെ മകൻ ഈര. അവൻ്റെ കൂറിലും 24,000 പേർ. 7-ാം മാസത്തേക്കുള്ള 7-ാമത്തവൻ എഫ്രയീമ്യരിൽ പെലോന്യനായ ഹേലസ്. അവൻ്റെ കൂറിലും 24,000 പേർ. 8-ാം മാസത്തേക്കുള്ള 8-ാമത്തവൻ സർഹ്യരിൽ ഹൂഷാത്യനായ സിബെക്കായി. അവൻ്റെ കൂറിലും 24,000 പേർ. 9-ാം മാസത്തേക്കുള്ള 9-ാമത്തവൻ ബെന്യാമീന്യരിൽ അനാഥോദ്യനായ അബിയേസർ. അവൻ്റെ കൂറിലും 24,000 പേർ. 10-ാം മാസത്തേക്കുള്ള 10-ാമത്തവൻ സർഹ്യരിൽ നെതോഫാത്യനായ മഹരായി. അവൻ്റെ കൂറിലും 24,000 പേർ. 11-ാം മാസത്തേക്കുള്ള 11-ാമത്തവൻ എഫ്രൈമിൻ്റെ പുത്രന്മാരിൽ ഭിരാതോന്യനായ ബെനായാവ്. അവൻ്റെ കൂറിലും 24,000 പേർ. 12-ാം മാസത്തേക്കുള്ള 12-ാമത്തവൻ ഒത്നിയേലിൽ നിന്നുത്ഭവിച്ച നെതോഫാത്യനായ ഹെൽദായി. അവൻ്റെ കൂറിലും 24,000 പേർ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ: രൂബേന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലിയേസർ. ഷിമയോന്യർക്ക് മയഖയുടെ മകൻ ഷെഫത്യാവ്. ലേവ്യർക്ക് കെമൂവേലിൻ്റെ മകൻ ഹശബ്യാവ്. അഹരോന്യർക്ക് സാദോക്ക്. യഹൂദയ്ക്ക് ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലീഹു. ഇസാക്കാറിന് മീഖായേലിൻ്റെ മകൻ ഒമ്രി. സെബൂലൂന്
ഓബദ്യാവിൻ്റെ മകൻ ഇഷ്മയ്യാവ്, നഫ്താലിക്ക് അസ്രിയേലിൻ്റെ മകൻ യെരീമോത്ത്, എഫ്രയീമ്യർക്ക് അസസ്യാവിൻ്റെ മകൻ ഹോഷേയ, മനശ്ശെയുടെ പാതിഗോത്രത്തിന് പെദായാവിൻ്റെ മകൻ യോവേൽ, ഗിലെയാദിലെ മനശ്ശെയുടെ പാതിഗോത്രത്തിന് സെക്കരിയാവിൻ്റെ മകൻ യിദ്ദു, ബെന്യാമീന് അബ്നേറിൻ്റെ മകൻ യാസിയേൽ, ദാന് യെരോഹാമിൻ്റെ മകൻ അസരയേൽ. ഇവർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാരായിരുന്നു. എന്നാൽ യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കും എന്നരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. സെരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല. അതുനിമിത്തം ഇസ്രായേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവീദ് രാജാവിൻ്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല. രാജാവിൻ്റെ ഭണ്ഡാരത്തിന് അദിയേലിൻ്റെ മകനായ അസ്മാവേത്ത് മേൽവിചാരകൻ, നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ഡിശാലകൾക്ക് ഉസിയാവിൻ്റെ മകൻ യോഹാനാദാൻ മേൽവിചാരകൻ, വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കെലൂബിൻ്റെ മകൻ എസ്രി മേൽവിചാരകൻ, മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ശിമെയിയും, മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ഷിഫ്മിയനായ സബ്ദിയും മേൽവിചാരകർ, ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേര്യനായ ബാൽഹാനാനും, എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ, ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായ ഷിത്രായിയും, താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ, ഒട്ടകങ്ങൾക്ക് ഇഷ്മായേല്യനായ ഓബിയിലും, കഴുതകൾക്ക് മേരോനോത്യനായ യദയാവും മേൽവിചാരകർ, ആടുകൾക്ക് ഹഗ്രിയനായ യാസീസ് മേൽവിചാരകൻ. ഇവർ എല്ലാവരും ദാവീദ് രാജാവിൻ്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു. ദാവീദിൻ്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു. ഹക്മോനിയുടെ മകനായ യഹീയേൽ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു. അഹീതോഫേൽ രാജമന്ത്രി, അർഖ്യനായ ഹൂഷായി രാജമിത്രം. അഹീതോഫേലിൻ്റെ ശേഷം ബെനായാവിൻ്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രികൾ. രാജാവിൻ്റെ സേനാധിപതി യോവാബ്. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 28. അനന്തരം ദാവീദ് ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരുമായ ഗോത്രപ്രഭുക്കന്മാരെയും രാജാവിനു ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കുമുള്ള മേൽവിചാരകന്മാരെയും ഷണ്ഡന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും യെരൂശലേമിൽ കൂട്ടിവരുത്തി. ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ സഹോദരന്മാരും എൻ്റെ ജനവുമായുള്ളോരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിവാൻ എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു. പണിക്ക് വേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു. എന്നാൽ ദൈവം എന്നോട്, നീ എൻ്റെ നാമത്തിന് ഒരാലയം പണിയരുത്, നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന് രാജാവായിരിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എൻ്റെ സർവ്വപിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. പ്രഭു ആയിരിക്കാൻ യഹൂദയെയും യഹൂദാഗ്രഹത്തിൽ എൻ്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ അപ്പൻ്റെ പുത്രന്മാരിൽ വെച്ച് എന്നെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി. എൻ്റെ സകല പുത്രന്മാരിലും നിന്ന് യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ. അവൻ എൻ്റെ മകനായ ശലോമോനെ ഇസ്രായേലിൽ യഹോവയുടെ രാജാസനത്തിൽ ഇരുപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു.
അവൻ എന്നോട്, നിന്റെ മകനായ ശലോമോൻ എൻ്റെ ആലയവും എൻ്റെ പ്രാകാരങ്ങളും പണിയും. ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. അവൻ ഇന്ന് ചെയ്യുന്നതുപോലെ എൻ്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവൻ്റെ രാജത്വം എന്നേക്കും സ്ഥിരമാക്കും എന്നരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതാവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവിൻ. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക. വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. പിന്നെ ദാവീദ് തൻ്റെ മകനായ ശലോമോന് ദേവാലയത്തിൻ്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളിക മുറികൾ, അറകൾ, കൃപാസനഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു. യഹോവയുടെ ആലയം, പ്രാകാരങ്ങൾ, ചുറ്റുമുള്ള എല്ലാ അറകൾ, ദേവാലയത്തിൻ്റെ ഭണ്ഡാരഗ്രഹങ്ങൾ, നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ, യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റെയും കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന മാതൃകാ വിവരവും അവന് കൊടുത്തു. അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും, അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും, പൊൻവിളക്ക് തണ്ടുകൾക്കും അവയുടെ സ്വർണ്ണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിൻ്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും, വെള്ളി കൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിൻ്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതതിൻ്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു. കാഴ്ചയപ്പത്തിൻ്റെ മേശകൾക്ക് ഓരോ മേശയ്ക്ക് വേണ്ടുന്ന പൊന്നും, വെള്ളി കൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു. മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും, പൊൻകിണ്ടികൾക്ക് ഓരോ കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും, ഓരോ വെള്ളിക്കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു. ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കഴിച്ച പൊന്നും, ചിറക് വിരിച്ച് യഹോവയുടെ നിയമപ്പെട്ടകം മൂടുന്ന കെരൂബുകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു. ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. പിന്നെയും ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യഹോവയായ ദൈവം, എൻ്റെ ദൈവം തന്നെ നിന്നോടുകൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാ, ദേവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളുണ്ടല്ലോ. ഓരോവിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള ഏവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോടുകൂടിയുണ്ട്. പ്രഭുക്കന്മാരും സർവ്വജനവും നിന്റെ കൽപ്പനയ്ക്കൊക്കെയും വിധേയരായിരിക്കും.